ഗ്രീൻലാൻഡ് സ്വപ്നം കണ്ട് വെനസ്വേലയെ പിടിച്ചടക്കിയതുപോലെ ഗ്രീൻലാൻഡും പിടിച്ചടക്കാനുള്ള ട്രംപിന്റെ നീക്കങ്ങൾക്ക് വൻ തിരിച്ചടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ട്രംപിന്റെ നീക്കത്തിനെതിരെ കോപ്പൻഹേഗനിലെ US എംബസിയിലേക്ക് നടന്ന മാർച്ചിൽ പതിനായിരങ്ങളാണ് കഴിഞ്ഞ ദിവസം അണിനിരന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഇവരെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതോടെ മാർച്ച് അക്രമാസക്തമാവുകയും വൻ ആക്രമണം ഉണ്ടാവുകയും ചെയ്തതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. വാഷിംഗ്ടൺ അതിരു കടന്നെന്നും ഗ്രീൻലാൻഡിന്റെ സ്വയം നിർണയാവകാശത്തെ ഭീഷണിപ്പെടുത്തുന്നുവെന്നും ആരോപിച്ച് പ്രകടനക്കാർ ഗ്രീൻലാൻഡ് വിൽപ്പനയ്ക്കുള്ളതല്ല, മേക്ക് അമേരിക്ക ഗോ എവേ എന്ന മുദ്രാവാക്യവുമായി മാർച്ച് നടത്തുകയായിരുന്നു. ട്രംപിന്റെ ഒരു വിധത്തിലുള്ള ഇടപെടലും ഇവിടെ അനുവദിക്കില്ലെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. ഇതോടെ ഇറാനിൽ കിട്ടിയ തിരിച്ചടിയേക്കാൾ മാരകമായിരിക്കും ഗ്രീൻലാൻഡിൽ ട്രംപിനെ കാത്തിരിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ. ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാനുള്ള തന്റെ നീക്കത്തെ എതിർക്കുന്ന രാജ്യങ്ങൾക്കുമേൽ അധിക നികുതി ചുമത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പിന്നാലെ ഈ രാജ്യങ്ങൾക്ക് നികുതി ചുമത്തുന്നതായും എന്നാൽ അത് അംഗീകരിക്കില്ലെന്നും രാജ്യങ്ങളും നിലപാടെടുത്തതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപിന്റെ നിയന്ത്രണം അമേരിക്കയ്ക്ക് ലഭിക്കണമെന്ന ആവശ്യത്തിൽ മാസങ്ങളായി ഉറച്ചുനിന്ന ട്രംപ് അതിൽ കുറഞ്ഞ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും താൻ തയ്യാറല്ലെന്ന് തുടക്കം മുതൽ വ്യക്തമാക്കിയിരുന്നു. നാറ്റോ സഖ്യകക്ഷിയായ ഡെൻമാർക്കിന് കീഴിലുള്ള ഈ സ്വയംഭരണ പ്രദേശം അമേരിക്കയുടെ ഭാഗമാകുന്നത് രാജ്യത്തിന്റെ സുരക്ഷാ താൽപ്പര്യങ്ങൾക്ക് ഗുണകരമാകുമെന്നും പ്രതിരോധ സഖ്യത്തെ അത് കൂടുതൽ കരുത്തുറ്റതാക്കുമെന്നാണ് ട്രംപിന്റെ വാദം. ഗ്രീൻലാൻഡ് വിഷയത്തിൽ സഹകരിക്കാത്ത രാജ്യങ്ങൾക്കുമേൽ അധിക നികുതി ചുമത്തിയേക്കാം. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഗ്രീൻലാൻഡ് നമുക്ക് അത്യന്താപേക്ഷിതമാണ് എന്ന് ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ സംസാരിക്കവേ ട്രംപ് പറയുകയുണ്ടായി. അമേരിക്കയിൽ മരുന്നുകളുടെ വില കുറയ്ക്കുന്നതിനുള്ള നീക്കങ്ങളിൽ മറ്റ് രാജ്യങ്ങളെ പങ്കാളികളാക്കാൻ നികുതികൾ എങ്ങനെ ആയുധമാക്കാമെന്ന് വിവരിക്കുന്നതിനിടെയാണ് അദ്ദേഹം ഗ്രീൻലാൻഡ് പരാമർശവും നടത്തിയത്. ഗ്രീൻലാൻഡ് വിഷയത്തിൽ സമ്മർദ്ദം ചെലുത്താൻ ഇറക്കുമതി നികുതി ഉപയോഗിക്കുമെന്ന് ട്രംപ് സൂചിപ്പിക്കുന്നത് ഇതാദ്യമായായിരുന്നു. എന്നാൽ ഏതൊക്കെ രാജ്യങ്ങളാണ് ഇത് ബാധിക്കപ്പെടുകയെന്നോ ഏത് നിയമപരമായ അധികാരം ഉപയോഗിച്ചാണ് ഇത്തരമൊരു നീക്കം നടത്തുകയെന്നോ വ്യക്തമാക്കിയിട്ടില്ല. എണ്ണ, പ്രകൃതിവാതകം, അപൂർവ ധാതുക്കൾ തുടങ്ങിയ വിലമതിക്കാനാവാത്ത പ്രകൃതി സമ്പത്തിന്റെ വൻ ശേഖരം ഗ്രീൻലാൻഡിലുണ്ട്. വടക്കേ അമേരിക്കയ്ക്കും ആർട്ടിക് മേഖലയ്ക്കും ഇടയിലുള്ള ഇതിന്റെ തന്ത്രപ്രധാനമായ സ്ഥാനം മിസൈൽ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിനും കടൽമാർഗമുള്ള നിരീക്ഷണങ്ങൾക്കും ഏറെ അനുയോജ്യമാണ്. എങ്കിലും ഈ പ്രദേശം അമേരിക്കയുടെ നിയന്ത്രണത്തിലാകുന്നതിനെതിരെ ഡെൻമാർക്കിൽ നിന്നും ഗ്രീൻലാൻഡിൽ നിന്നും മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. നാറ്റോയിലെ ഏറ്റവും പ്രബലരായ അമേരിക്ക മറ്റൊരു സഖ്യകക്ഷിയുടെ പ്രദേശം വിലയ്ക്ക് വാങ്ങാനോ പിടിച്ചെടുക്കാനോ ശ്രമിക്കുന്നത് ദശാബ്ദങ്ങളായി നിലനിൽക്കുന്ന ഒരു ട്രാൻസ് അറ്റ്ലാന്റിക് സുരക്ഷാ ബന്ധത്തെ കടുത്ത വെല്ലുവിളിയായിരിക്കുകയാണെന്ന് വിലയിരുത്തൽ. ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാനുള്ള നീക്കം സഖ്യകക്ഷികളായ യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ വ്യാപകമായ നയതന്ത്ര പ്രതിഷേധത്തിനും രോഷത്തിനും ഇടയാക്കിയിട്ടുണ്ട്. ഗ്രീൻലാൻഡിന് നേരെ ഉണ്ടാകുന്ന ഏതൊരു കടന്നുകയറ്റവും നാറ്റോ സഖ്യത്തിന്റെ അന്ത്യത്തിന് കാരണമാകുമെന്ന് ഡെൻമാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നാറ്റോ സഖ്യകക്ഷികളുമായി ചേർന്ന് ഗ്രീൻലാൻഡിൽ സൈനിക സാന്നിധ്യം ശക്തമാക്കുകയാണെന്ന് ഡെൻമാർക്ക് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെ ഫ്രാൻസ്, ജർമ്മനി, നെതർലാൻഡ്സ്, ഫിൻലാൻഡ്, നോർവേ, സ്വീഡൻ എന്നീ രാജ്യങ്ങൾ തങ്ങളുടെ സൈന്യത്തെ ഗ്രീൻലാൻഡിൽ വിന്യസിച്ചിരുന്നു. അതേസമയം വിദേശ രാജ്യങ്ങൾക്കുമേൽ കനത്ത നികുതികൾ ചുമത്തുന്ന ട്രംപിന്റെ അധികാരത്തിന് സുപ്രീം കോടതിയുടെ വരാനിരിക്കുന്ന വിധി തിരിച്ചടിയായേക്കാം. സുപ്രധാനമായ ഈ കേസിൽ കോടതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാൽ ട്രംപിന്റെ നീക്കങ്ങൾ പരിമിതപ്പെടും. കോടതി വിധി എന്തുതന്നെയായാലും നികുതി വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിന് മുന്നിൽ മറ്റ് വഴികളുണ്ടാകുമെങ്കിലും രാജ്യങ്ങളെ വ്യക്തിപരമായി ലക്ഷ്യം വെച്ച് ഒറ്റപ്പെടുത്തുന്ന നിലവിലെ രീതിക്ക് അത് വലിയ തടസ്സമാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 1962 ട്രേഡ് എക്സ്പാൻഷൻ ആക്ടിലെ സെക്ഷൻ 232 പ്രകാരം ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണെന്ന് ബോധ്യപ്പെട്ടാൽ പ്രസിഡന്റിന് നികുതി ചുമത്താൻ അധികാരമുണ്ട്. എന്നാൽ നികുതി ചുമത്താനുള്ള അധികാരം ഭരണഘടനയനുസരിച്ച് യഥാർത്ഥത്തിൽ പാർലമെന്റിനാണ്. ഈ അധികാരം പ്രസിഡന്റിന് എത്രത്തോളം ഏകപക്ഷീയമായി ഉപയോഗിക്കാം എന്നതാണ് നിലവിൽ കോടതിയും പരിശോധിക്കുന്നത്.